ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ചെയ്തൊരു റെസിപ്പിയാണ്. പിന്നെ ഫ്രൈ ചെയ്യുക മാത്രമല്ല, അതിലൊരു മസാലയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റുമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനായിട്ട് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് ഇതേപോലെ വരഞ്ഞു കൊടുക്കുക. ഇതകത്ത് നമുക്കൊരു മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ട് പിന്നെ അത് രണ്ട് കാലം ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക. കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് രണ്ട് കൈയും കൂടെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാള ആയാലും കുഴപ്പമില്ല, ചെറിയ ഉള്ളി ടേസ്റ്റാണ് വലിയ സവാളയെ കാട്ടി. പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, സ്റ്റാർ, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലിട്ട് കൊടുക്കുക. പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്, ടേബിൾ സ്പൂണാണ് ചിക്കൻ മസാല ഇവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. പിന്നെ നമുക്ക് കുറച്ച് വിനീഗറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ നാരങ്ങ ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ നന്നായിട്ട് തന്നെ ആ ഭാഗത്തോട്ട് ഈ മസാലയൊക്കെ ഇറങ്ങത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. ഞാൻ കൈ കുത്തി വെച്ചിരുന്ന ഇളവിയിട്ടുണ്ട്, അത് പിന്നെ കുത്തി കൊടുത്താലും മതി. ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അകത്തോട്ടൊക്കെ നന്നായിട്ട് തന്നെ കൈയിട്ട് തന്നെ അകത്തോട്ടൊക്കെ മസാല പിടിക്കത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് നമുക്കൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മസാല അതിൽ പിടിച്ച് കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചാൽ അതാണ് നല്ലത്. പിന്നെ 3 മണിക്കൂറിന് ശേഷം ഞാൻ അതായത് കുക്കറിലോട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. കുക്കർ അടച്ച് വെച്ച് അത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. വിസിലൊന്നും വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട. ഇത് വിസിലൊന്നും വന്നില്ല എനിക്ക്. വിസിൽ വരെയൊന്നും വേണ്ട, 20 മിനിറ്റ് ഒന്ന് സമയം നോക്കി ഒന്ന് കുക്ക് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കുക്ക് ചെയ്യാൻ. 20 മിനിറ്റ് ശേഷം കുക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാൻ വെച്ച് അത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വിട്ടുപോയി. നമുക്ക് ഈ കുക്കറിൽ നിന്നെടുത്ത ചിക്കൻ അതിലിട്ട് 4 സൈഡും നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഫ്രൈ റെസിപ്പിയാണിത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്
എല്ലാ ഭാഗവും ഇതേപോലെ തിരിച്ചും മറിച്ചുവിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒത്തിരി ടേസ്റ്റി സാധനം, നല്ല സോഫ്റ്റ് ആയിരുന്നു. തിരിച്ചിട്ടുകൊടുത്ത് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മസാലയും കൂടെ തയ്യാറാക്കണം. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മസാലയും കൂടെ ആകുമ്പോഴാണ് ഒത്തിരി ടേസ്റ്റ്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഞാൻ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആ പാത്രത്തിൽ ഇതിൽ കരിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ്, അതൊന്ന് ചതച്ച് ചേർക്കുക. ഞാൻ വേറെ അഡീഷണൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അതിൽ കിടന്ന എണ്ണയിൽ തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അതിൽ തക്കാളിയും സവാളയും ചോപ്പ് ചെയ്തതും 5 പച്ചമുളകും ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഇത് നേരത്തെ ചിക്കനിൽ പുരട്ടിയ മസാല ബാക്കി വന്നിരുന്നത്. ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് മസാല ബാക്കി വന്നിരുന്നു. അതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി വരുമ്പം ഇത് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച കുക്കറിൽ വേവിച്ച ആ വെള്ളവും എണ്ണയെല്ലാം കൂടെയാണ്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്, ടീസ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കനും കൂടെ ഇട്ട് മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് അതിൻ്റെ പുറത്തൊക്കെ തേച്ച് ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ആ മസാലയുടെ ഇതൊക്കെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൽ മസാല പിടിച്ചും കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, കുബൂസ് എന്തിൻ്റെ കൂടെ വേണം കഴിക്കാം. ഫ്രൈഡ് റൈസ് ഇതിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. പൊറോട്ടയുടെ ആയാലും വേറെ കറികളൊന്നും വേണ്ട. ഈ മസാല നല്ല ടേസ്റ്റിയാണ്. ഈ മസാലയും വിരുന്നുകാർക്കൊക്കെ വന്നാൽ അവർക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.